സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? പൂർണ്ണമായിട്ടും പാരൽ സർവീസ് റോഡ് ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഈ ഒരു ഹൈവേയിലൂടെ പോകാതെ ഇരുചക്ര വാഹനങ്ങൾക്ക് സർവീസ് റോഡിലൂടെ പോകാൻ പറ്റുന്നതാണ്. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ നല്ല സൂപ്പർ ബൈക്ക്, നല്ല പൈസ ലക്ഷങ്ങൾ മുടക്കി സൂപ്പർ ബൈക്കൊക്കെ വാങ്ങിയിട്ടുണ്ടാകും. ഈ ഒരു ഹൈവേയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും റൈഡ് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുടെ മുഖത്തടിക്കുന്ന രൂപത്തിലാണ് ഈ ഒരു പുതിയ നിയമം വന്നിട്ടുള്ളത്. സുഹൃത്തുക്കളെ നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബൈപ്പാസിലാണ്. കോഴിക്കോട് ബൈപ്പാസിൽ 28 കിലോമീറ്റർ നീളത്തിൽ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ ഇരുചക്ര വാഹനങ്ങൾക്കും അതേപോലെ ഓട്ടോകൾക്കും പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. പക്ഷെ നമുക്ക് ഈ ഒരു ഹൈവേക്ക് ബദലായിട്ട് ഒരു ബദൽ പാത, പാരൽ റോഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് ദീർഘദൂര യാത്രക്കാരും അതേപോലെ ഇതിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ നിത്യേന ഈ ഒരു ഹൈവേയിൽ കയറുന്നുണ്ട്. കാരണം ഒരു പാരലായിട്ടുള്ള സർവീസ് റോഡ് പൂർണ്ണമായിട്ടും നമുക്ക് സർവീസ് റോഡ് കണക്റ്റ് അല്ല. മേജർ പാലങ്ങളുടെ ഭാഗത്തൊന്നും സർവീസ് റോഡ് ഇല്ല. അപ്പം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബൈപ്പാസിലാണ്. അപ്പോൾ ഈ ഒരു കോഴിക്കോട് ബൈപ്പാസിൽ അല്ലെങ്കിൽ 28 കിലോമീറ്റർ നീളത്തിൽ സർവീസ് റോഡ് പൂർണ്ണമായിട്ടും ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട്, ഇരുചക്ര വാഹനങ്ങൾ ഏതൊക്കെ ഭാഗത്ത് നിന്ന് ഹൈവേയിലോട്ട് കയറണം അല്ലെങ്കിൽ കയറും, അതൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കില്ലേ എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. കോഴിക്കോട് ബൈപ്പാസിൽ ചില സ്ഥലത്തൊക്കെ സർവീസ് റോഡിന്റെ പണികൾ ഇനിയും തീരാനുണ്ട്. ചില സ്ഥലത്തൊക്കെ NHI സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പിന്നെ പാലങ്ങളുള്ള സ്ഥലത്ത്, മേജർ പാലങ്ങളുള്ള സ്ഥലത്ത് സർവീസ് റോഡില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മൾ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അയിഞ്ഞലം കഴിഞ്ഞതിന് ശേഷമല്ലേ നമ്മൾ ആ ഒരു ഫറൂഖ് കോളേജിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് കൂടെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് മേജർ പാലം വരുന്നുണ്ട്, നമ്മളെ അറുപയ പാലം. ഈ ഒരു അറുപയ പാലം എത്തിക്കുക എന്നുണ്ടെങ്കിൽ മെയിൻ ഹൈവേയിലോട്ട് കയറൽ നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു പൂർണ്ണമായിട്ടും പാരൽ സർവീസ് റോഡ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും സർവീസ് റോഡ് കണക്റ്റ് അല്ലാത്തത് കൊണ്ട് ഇവിടെ നിന്ന് എന്തായാലും വാഹനങ്ങൾ മെയിൻ ഹൈവേയിലോട്ട് കയറൽ നിർബന്ധമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പാറി പോകാൻ പറ്റൂലല്ലോ. അപ്പം അപകടം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുചക്ര വാഹനങ്ങളും ഈ ഓട്ടോ, ട്രാക്ടർ, അതേപോലെ എക്സ്കവേറ്റർ, അങ്ങനത്തെ കാൽനട യാത്രക്കാർ ഒരിക്കലും ഈ ഒരു ഹൈവേയിൽ കയറാൻ പാടില്ല. അപ്പം അങ്ങനെ ഈ ചില ഭാഗത്ത് ഇപ്പോൾ ഏകദേശം ഇവിടുന്ന് ഒരു 500 മീറ്ററോളം ഉണ്ട്, 500 മീറ്ററിൽ കൂടുതലുണ്ട് അടുത്തൊരു എക്സിറ്റിൻ്റെ പോയിന്റിലേക്ക് കേട്ടോ. അടുത്തൊരു എക്സിറ്റ് എത്താൻ ഇനി 500 മീറ്ററിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇത്രയും ദൂരത്തിൽ ഈ വാഹനങ്ങളൊക്കെ ഇതിലൂടെ പോകുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകില്ലേ എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം. പിന്നെ പാലം എത്തുമ്പോൾ പാറികാണ്ട് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ ചോദ്യം ചോദിക്കുന്നവന് ചോദ്യങ്ങൾ എന്നും ഉണ്ടാകും. ഇത് നിയന്ത്രിക്കാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഈ ഒരു പുതിയ ഹൈവേയിൽ വെറും ബൈക്കും ഓട്ടോ അതേപോലെ അങ്ങനത്തെ ഇത് മാത്രമല്ല അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ജീവൻ നഷ്ടപ്പെട്ടത് ബൈക്ക് ഓടിക്കുന്ന ആളുകൾക്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ളൊരിത് വന്നത് കേട്ടോ. ഇപ്പോൾ ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ അവരുടെ ഭാഗത്ത് അവർക്ക് നായുണ്ടാകും. കാരണം ഇത് മറ്റുള്ള വണ്ടികളൊന്നും അപകടത്തിൽ പെടുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകും. പിന്നെ സർവീസ് റോഡിലൂടെ പോകുമ്പോൾ അത്ര സുഖമൊന്നല്ല. 40 സ്പീഡിൽ മാത്രമാണ് സർവീസ് റോഡിലൂടെ പോകാൻ പറ്റുള്ളൂ. പിന്നെ മിനിറ്റിന് ഹമ്പും ഉണ്ടാകും. അണ്ടർപാസിൻ്റെ അടുത്തെത്തുമ്പോഴും അതേപോലെ എക്സിറ്റ് എൻട്രി ഭാഗത്തൊക്കെ ഹമ്പും ഉണ്ടാകും. രണ്ട് സൈഡിലും ഹമ്പുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പൂർണ്ണമായിട്ട് നമ്മൾ ആ ഒരു സുഖത്തിൽ പോകാൻ പറ്റൂല. ഇതിൻ്റെ ദോഷം വരുന്ന ആൾക്കാർ, ദോഷമല്ല, ഇതിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് ദീർഘദൂര ബൈക്ക് യാത്രക്കാർക്കാണ്. നമ്മൾ അറുപയ പാലത്തിൻ്റെ അവിടെ നിന്ന് അത് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സിറ്റ് ആയിട്ട് സർവീസ് റോഡിലൂടെ മുന്നോട്ട് പോയതാണ്. പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ടും സർവീസ് റോഡിലൂടെ പോകാൻ പറ്റൂല. അവിടെ കണ്ടില്ല ഞങ്ങൾ, അവിടെ കുറച്ച് സ്ഥലം ഏറ്റെടുപ്പിൻ്റെ പണികൾ ബാക്കിയുണ്ട്. അവിടെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായിട്ടില്ല. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് താൽക്കാലിക എൻട്രി പോയിന്റിലൂടെ വീണ്ടും ഹൈവേയിലോട്ട് എൻട്രി ആകണം. ഈ എൻട്രി ആകുന്ന ഈ സ്ഥലത്തൊക്കെ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. കാരണം അന്തംകൊണ്ടില്ലാതെ ഈ ഒരു ആദ്യ ട്രാക്കിലൂടെ ഒക്കെ മൊബൈലിൽ കളിച്ച് വരുന്ന ആൾക്കാർ ഇവിടെ നിന്ന് പെട്ടെന്ന് വണ്ടി കയറുന്നത് ചിലപ്പോൾ ശ്രദ്ധിക്കൂല. അതൊക്കെ അപകടത്തിന് കാരണമാകും. ഇവിടെ കണ്ടില്ല നിങ്ങൾ, ഇവിടെ ഇത്രയും പണിയൊന്നും നടന്നിട്ടേ ഇല്ല. നമ്മൾ ഒരു 3-4 കൊല്ലം മുമ്പ് വീഡിയോ ചെയ്തത് എങ്ങനെയാണോ അതേ ഒരു അവസ്ഥ തന്നെയാണ്. കാര്യമായിട്ടൊരു മാറ്റം ഉണ്ടായിട്ടില്ല. കണ്ട, എക്സിറ്റ് ആകുമ്പോൾ ഇങ്ങനെ എക്സിറ്റ് ആണ് കേട്ടോ. നമ്മൾ ഡോട്ടുള്ള ലൈനിൽ നിന്ന് മാത്രം അവസാന ട്രാക്കിൽ നിന്ന് ഈ ഒരു എക്സിറ്റിൻ്റെ ഭാഗത്തേക്ക് എൻട്രി ആക്കണം. ചില വാഹനങ്ങളൊക്കെ ഈ മൂട്ട് കൊടുക്കാണ്ടുണ്ട്, ഇങ്ങനെ വളച്ചിങ്ങോട്ട് ഓടിക്കണേ. ബസ്സുകാരുണ്ട്, കാറുകാരാണ് അതിൻ്റെ മെയിൻ ആൾക്കാർ. പിന്നെ ഇത് ഈ ഒരു ഹൈവേയിൽ നിന്ന് ഇരുചക്ര വാഹനങ്ങളും ഓട്ടോകളൊക്കെ നിരോധിക്കണം എന്നുള്ള തീരുമാനം അല്ലെങ്കിൽ ഈ ചർച്ച വരാനുള്ള കാരണം തന്നെ മരണത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ മരണസംഖ്യ കൂടുതലായിരിക്കും. പിന്നെ പല ആൾക്കാരും തോന്നിയ പോലെ കേട്ടോ. ചില ആൾക്കാർ ഇപ്പോൾ ഈ ഒരു ഓരം ചേർന്ന് പോകുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കൊക്കെ പേരുദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഹെൽമെറ്റ് പോലും വെക്കാതെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന ആ ഒരു 100 സ്പീഡിൽ പോകാനുള്ള ട്രാക്ക് ഉണ്ടല്ലോ, അതിലൂടെയൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് സ്ലോ ആയിട്ട് 30 മുതൽ
ചിലപ്പോൾ 50-ലൊക്കെ ഇങ്ങനെ സ്ലോ ആയിട്ട് പോകുന്ന, ഹോണടിച്ചാൽ പോലും മാറി കൊടുക്കാതെ പോകുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അത് എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് കുറവാണ് തോന്നുന്നത്. ചെറിയ ചെക്കന്മാരൊക്കെ ആ ഒരു കാര്യത്തിൽ കുറച്ച് കുറവാണ്. കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ആ ഒരു സൈഡിലൂടെ അല്ല, ആ മൂലക്കെ കൂടെ ഇങ്ങനെ ഹോണടിച്ചാലും മാറിക്കൊടുക്കും, ഒരു അന്തം കൊണ്ടില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. സ്ത്രീകൾ വരെ രണ്ടാമത്തെ ട്രാക്കിലൂടെ സ്ലോ ആയിട്ട് ഇങ്ങനെ പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നതാണ്. പിന്നെ ഇവിടെ ആദ്യം തീരുമാനം എടുക്കേണ്ടത് എന്താ അറിയോ, ഈ ഒരു സർവീസ് റോഡ് 1 വേ ആണോ 2 വേ ആണോ എന്നുള്ള തീരുമാനം ആദ്യം എടുക്കണം. കാരണം എന്തായാലും നമ്മളെ നമ്മളിപ്പോൾ ഈ ഒരു ഡയറക്ഷനിലേക്കാണ് പോകുന്നത്, അതായത് ടോൾ പ്ലാസിൻ്റെ ആ ഒരു ഡയറക്ഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നമ്മളെന്തായാലും ഈ ഒരു ബിറ്റുമൻ സർഫേസ് ഉള്ള ഭാഗത്ത് ഇപ്പോൾ ഈ ബൈക്ക് പോകുന്ന റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇവിടെ ഇതിലൂടെയും പോകുന്നുണ്ട്. ഞാൻ ഈ കൂടെ ഒരു ഓപ്പോസിറ്റ് വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ബിറ്റുമൻ സർഫേസ് ഉള്ള ഭാഗം, ഈ ഒരു കോൺക്രീറ്റ് സർഫേസ് ഉള്ള ഭാഗമാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സൈഡ്. കാരണം ഈ ഒരു ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങോട്ട് മാറിയതാണ്. അപ്പോൾ കണ്ട് ഞങ്ങൾ ആ തലക്കന്ന് ഒരു ബൈക്കോട് നിന്നിട്ട് വന്നും ചെയ്ത്. അപ്പോൾ ഈ ഒരു ബിറ്റുമൻ സർഫസിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടെ പോകാനാണ് എല്ലാവർക്കും താല്പര്യം. മറ്റേതിങ്ങനെ ആ കോൺക്രീറ്റിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചാടി പോകണ്ടേ. നമ്മളെ പന്തീരങ്കാവ് എത്തിട്ടോ, പന്തീരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗം നോക്കിയാണ് നിങ്ങൾ. ഇവിടെ നല്ല തിരക്കാണ്. നമ്മൾ ടോൾ പ്ലാസ കട്ട് ചെയ്തിട്ട് ഇതിലൂടെയൊക്കെ ഇങ്ങനെ കയറി വരുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ വാഹനങ്ങളെല്ലാം വൈകുന്നേര സമയത്ത് ഇവിടെ ഭയങ്കര റഷാണ് ഇതിൻ്റെ അടിഭാഗത്ത് കേട്ടോ. രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തും, രാമനാട്ടുകര എനിക്കൊന്നും പിന്നെ കുറവാണെന്ന് തോന്നുന്നു, ഇവിടെയാണ് കുറച്ച് കൂടുതൽ. ഈ ഫ്ലൈ ഓവറിനെ പറ്റിയിട്ടൊക്കെ എന്തോരം അപ്ഡേറ്റാണ് ഞങ്ങളിലേക്ക് എത്തിച്ചിരിക്കണ അറിയോ. പക്ഷെ അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. അവിടെ ടോൾ പ്ലാസ ഉള്ളതുകൊണ്ട് അവിടെ സർവീസ് റോഡ് ഇല്ല. സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് ലോറിയും ബസ്സും കാര്യങ്ങളൊക്കെ ഇടക്കാത്തിലൊന്നും വരുന്ന വാഹനങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഇപ്പോൾ ടോൾ പ്ലാസിൻ്റെ ആ ഭാഗത്തെത്തുമ്പോൾ ബൈക്കുകളും ഓട്ടോകളൊക്കെ പറന്നു പോകണം എന്നാണ് പല ആളുകളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുന്നത്. ഇവിടെ കണ്ടോ, തൊണ്ടയാട് കണ്ണൂർ എൻട്രി പോയിന്റ് ആണ്. നമ്മൾ നേരെ സർവീസ് റോഡ് നേരെ വിട്ടോ, നമുക്ക് ആ ഒരു എൻഡ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാം. ഇവിടുത്തെ ഹമ്പ് നല്ല അടിപൊളി ഹമ്പാട്ടോ. നല്ല വൃത്തിയുള്ള ഹമ്പ്, വണ്ടിക്കും അല്ലാതെ ബുദ്ധിമുട്ടില്ല. മലപ്പുറത്ത് ഹമ്പ് 5 പൈസക്കല്ല, 2ാമത്തെ റീച്ചിലായാലും 1ാമത്തെ റീച്ചിലായാലും. കാസർഗോഡ് പല സ്ഥലത്തും ഹമ്പേ ഇട്ടിട്ടില്ല. അത് ഭയങ്കര ഒരു പോരായ്മയാണ്. ഒരുപാട് പിന്നെ അവിടുത്തെ ആൾക്കാർ നോക്കി പോകണോണ്ട് ഇനി പ്രശ്നം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ സർവീസ് റോഡിലൂടെ എങ്ങനെ വന്നത്, സർവീസ് റോഡ് നോക്കിട്ടോ, സർവീസ് റോഡ് മാമ്പുഴ പാലം സർവീസ് റോഡ് ഇവിടെ എൻഡായി. ലോറി തിരിക്കാൻ വേണ്ടി വന്നതാ. ഡെക്കാത്ലോൺ, ഇത് നേരെ ഡെക്കാത്ലോണിക്കുള്ള വഴിയാണ്. ഇവിടെ വെച്ചതാ സർവീസ് റോഡ് ബ്ലോക്കായി. ഇല്ല, സർവീസ് റോഡ് എൻ്റെ എന്നുള്ള ബോർഡ് അവിടെ വെച്ചിട്ടില്ല. പിന്നെ അപ്പുറത്തുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ പ്രശ്നം. പൂർണ്ണമായിട്ടും സർവീസ് റോഡ് കണക്ട് അല്ലാത്തത് കൊണ്ടാണ് ഇത്രയും കാലം ഇത് കർശനമാക്കുന്നതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നത്. പല സ്ഥലത്തും ഇപ്പം നമ്മളെ 2 വരി പാലങ്ങളും 3 വരി പാലങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇതന്നെയാണ് അവസ്ഥ കേട്ടോ. അപ്പം ഇതാണ് പ്രശ്നം. ഇപ്പം നമ്മൾ ഡെക്കാത്ലോണിൻ്റെ ആ ഭാഗത്തുനിന്ന് തിരിച്ചു പോവാണ്. ഇപ്പം നമുക്ക് ഹൈവേയിലോട്ട് കയറാൻ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം നമ്മൾ ഇതൊക്കെ ഈ ഒരു സർവീസ് റോഡിലൂടെ ഈ ഒരു ഓരം ചേർന്ന് പോകണം. ഇവിടെയൊക്കെ നല്ല വീതി ഉണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലൈ ഓവറുള്ള ഭാഗമായതുകൊണ്ട് തന്നെ നല്ല വീതി ഉണ്ട്. പക്ഷേ ഫ്ലൈ ഓവറായിട്ട് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ വീതി കുറഞ്ഞു. ഇതൊക്കെ ഈ സൈഡിൽ കൂടി ഈ ഒരു വണ്ടി വരുന്നൊക്കെയാണ് ഈ സൈഡിൽ കൂടെ, ആ വണ്ടി വരുന്നൊക്കെയാണ് ആ സൈഡിൽ കൂടെ. ഇത് പ്രോപ്പറായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാക്കണം. ഈ സർവീസ് റോഡ് എങ്ങനെയാണ്, ഏത് സൈഡിലൂടെ പോകുന്ന വാഹനങ്ങൾ കറക്റ്റായിട്ട് പോകണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടാക്കിയാലേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ ആ ഒരു ഇരുചക്ര വാഹനം ബൈക്ക് അതിലൂടെ പോയത് കണ്ടു. ഇതാണ് ഇവർ 2 ഇതിൽ കൂടെയാണ് വരുന്നത്. ഈ വണ്ടി ഇതിൽ കൂടെയാണ് വരുന്നത്. ഇത് 2 വേ ആണെന്ന് പറഞ്ഞാൽ 2 വേ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ നിയമപ്രകാരം നമ്മൾ പോകേണ്ടത് ഇപ്പോൾ അതൊക്കെയാണ് ഈ ട്രാക്കിലൂടെ, ആ ഒരു കോൺക്രീറ്റ് പ്രതലമുള്ള ട്രാക്കിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകേണ്ടത്. കോൺക്രീറ്റ് പ്രതലം എന്ന് പറഞ്ഞാൽ പകുതി ഭാഗം കോൺക്രീറ്റ് പ്രതലം, ഡ്രെയിനേജിൻ്റെ ഭാഗം. പക്ഷെ നമ്മൾ നേർക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും ഇതിൽ കൂടെ തന്നെ പോകുള്ളൂ. കാസർഗോഡും ഇതേപോലത്തെ ഇഷ്യൂ ഉണ്ട് കേട്ടോ. അതായത് വാശി പിടിച്ചിട്ട് അതിലൂടെ മാത്രം, വാശിയല്ല, അതിലൂടെ പോകുന്ന ആൾക്കാർ അങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ ഇതിലൂടെ ഇങ്ങനെ റോങ് ആയിട്ട് പോകുന്ന പോലെ നമ്മൾ ഇതിലൂടെ ഇങ്ങനെ പോകണം. അങ്ങനെയാണ് അതിൻ്റെ കളികൾ. കോഴിക്കോടൻ ഹലുവ ഇവിടെ ഭയങ്കര തിരക്കാണ്. നല്ലൊരു ഹബ്ബായിട്ട് മാറിയത്. കാരണം ഇവിടെ കറക്റ്റ് ഒരു എക്സിറ്റ് ആണ്. 2-3 ഹോട്ടല്, MRA, പിന്നര, വൈറ്റ് ഹൗസ്. നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. അപ്പോൾ ഹൈവേയിൽ ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോകൾക്കും നിരോധനം ഏർപ്പെടുത്താനുള്ള ആ ഒരു നിയമം കർശനമാക്കാനുള്ള കാരണം അപകടങ്ങൾ കൂടുന്നത് കൊണ്ടാണ്. പിന്നെ ഒരുപാട് ആളുകൾ തോന്നിയ പോലെ പുതിയ ഹൈവേയിലൂടെ വാഹനം ഓടിച്ച് പോകുന്നുണ്ട്. ഓവർടേക്ക് ചെയ്ത് പോകേണ്ട, അതായത് ഫ്രീ ആയിട്ട് ഒഴിച്ചിടേണ്ട ആ ഒരു 100 സ്പീഡ്
പോകേണ്ട ആ ഒരു ട്രാക്കിലൂടെയൊക്കെ സ്ലോ ആയിട്ട് ബൈക്കും ഓട്ടോകളൊക്കെ പോകുന്ന കാഴ്ചകൾ നിരന്തരം കാണുന്നുണ്ട്. ഇത് നമ്മൾ മാത്രം കാണുന്ന കാഴ്ചകളല്ല, എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളൊക്കെ കാണുന്നുണ്ടാകും. ഒരുപാട് ആളുകൾ ഇത് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്, റീലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം കർശനമാക്കാനുള്ള പ്ലാൻ. അല്ലാതെ ഇതിലൂടെ പോകുന്നതുകൊണ്ട് ആർക്കും ഇപ്പോൾ ഒരു നഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നഷ്ടമുണ്ട് ആർക്കും എന്ന് വെച്ചാൽ എന്തെങ്കിലും പറ്റിക്കാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇനി ഹെൽമെറ്റ് ഇട്ടാലും അത്ര ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റ് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു 50-40 സ്പീഡിലായിരിക്കും പോകുക. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ബാക്കിൽ വരുന്ന വണ്ടി ചിലപ്പോൾ 100-120 വരുന്ന വണ്ടി നല്ല സൂപ്പർ കാർ വന്ന് അല്ലെങ്കിൽ ലോറി വന്ന് നിങ്ങൾ ഇടിച്ചുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറിച്ച് പോയിട്ട് ഹെൽമെറ്റ് അത്ര ക്വാളിറ്റി ഒന്നല്ലെന്നുണ്ടെങ്കിൽ തല തെറിച്ച് ചിലപ്പോൾ നിങ്ങൾ പൊട്ടി ചെതറി പോയിട്ടുണ്ടാകും. അപ്പം നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനങ്ങൾ, ഈ ബൈക്കായാലും ഓട്ടോയിലും ഇതിൽ കയറ്റരുത് എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മോട് പറയുന്നത്, പോലീസും കാര്യങ്ങളൊക്കെ. പക്ഷെ അത് കർശനമാക്കുമ്പോൾ ഈ ഒരു സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ബാക്കിയുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം കാണണം. അപ്പോൾ നമ്മൾ ബംഗളൂരു മൈസൂരു എക്സ്പ്രസ് വേയിൽ ഇരുചക്ര വാഹനങ്ങൾ കയറ്റാൻ പാടില്ല, 5000 രൂപ ഫൈനാണ്. അതിന് പാരലായിട്ട് അവിടെ ഒരു അപ്പുറത്ത് കൂടെ ഒരു റോഡുണ്ട്. അതേപോലെ ഈ ഒരു സർവീസ് റോഡ് ഫുള്ളായിട്ട് കണക്ട് ചെയ്തുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നമില്ല, ഹമ്പ് ചാടിപ്പോയാലും. പിന്നെ നമ്മുടെ രാജ്യത്ത് ഇരുചക്ര വാഹനത്തിന് അനുവദിച്ചിട്ടുള്ള വേഗപരിധി 50 അതുകൊണ്ടും ഈ ഒരു ഹൈവേയിൽ അത് കയറ്റുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. 50-ൽ കൂടുതൽ ഈ ഒരു ഹൈവേയിലൂടെ, ഈ ഒരു ഹൈവേ എന്നല്ല ഏത് ഇതാണെന്നുണ്ടെങ്കിലും നമ്മുടെ എത്ര സൂപ്പർ ബൈക്കാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിലും വേഗപരിധി 50. ഇപ്പം തന്നെ ഒന്ന് വരസീനവിടെ ഇവിടെ അടുപ്പിച്ച് 2 FOB വന്നിട്ടുണ്ട്. ഈ ഒരു FOB വരാനുള്ള കാരണം, ഇവിടെ ഒരു സ്കൂളുണ്ട്, അപ്പുറത്ത് ഒരു വലിയ സ്കൂളുണ്ട്. സ്കൂളുകൾക്ക് മുന്നിലാകുമ്പോൾ, സ്കൂൾ മതിലിന് മുമ്പിലാകുമ്പോൾ ലാൻഡിങ്ങിന് പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു പ്രൈവറ്റ് ഒരു 10 സെൻറ്റ് 5 സെൻറ്റ് സ്ഥലമുള്ള ആളെ മുന്നിലാണ് ഈ ഒരു ലാൻഡിങ് വരികയെന്നുണ്ടെങ്കിൽ അയാൾ സമ്മതിക്കില്ല. അപ്പോൾ പല സ്ഥലത്തും ഈ ഒരു FOB വരാത്തതിനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ സ്ഥലം ഇല്ലാത്ത പ്രശ്നമാണ്. ഇവിടെ ഇപ്പോൾ സ്കൂളായതുകൊണ്ട് പിന്നെ ആർക്കും എതിർക്കാൻ പറ്റില്ല. FOB ഇപ്പോൾ ഈ കോഴിക്കോട് ബൈപ്പാസിലാണ് പിന്നെയും കണ്ടത്, കാസർഗോഡ് 1ാമത്തെ റീച്ചിലാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. ഏതായാലും സുഹൃത്തുക്കൾ, ഒരുപാട് ആളുകളുടെ വലിയൊരു സ്വപ്നമായിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ ഈ ഒരു ഹൈവേയുടെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞു, അതിലൂടെ ഒരു റൈഡ് പോകണം എന്നുള്ളത്. പ്രത്യേകിച്ച് റൈഡർമാരുടെ നല്ല അടിപൊളി സൂപ്പർ ബൈക്കുള്ള ഒരുപാട് റൈഡർമാരുണ്ട്, നല്ല CC കൂടിയ ലക്ഷങ്ങൾ മുടക്കി ബൈക്ക് വാങ്ങിയ സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് ടാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ അവരുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ ഒരു 6 വരി പാതയിലൂടെ ഇങ്ങനെ ഒരു റൈഡ് പോകുക എന്നുള്ളത്. 8 മണിക്കൂർ കൊണ്ട് നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്താൻ പറ്റും. അപ്പോൾ ആ ഒരു സ്വപ്നമൊക്കെ പോണി ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് മുഖത്തടി കിട്ടുന്നത് പോലെ ഈ ഒരു തീരുമാനം വന്നത്. എനിക്ക് തോന്നുന്നു CC കൂടിയ വാഹനങ്ങൾക്ക് ഈ ടോള് വാങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പ്രവേശനം കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എല്ലാവർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ദീർഘദൂര യാത്രക്കാർ, ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് എറണാകുളം വരെ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് സ്വന്തം ബൈക്കിൽ വീട്ടിലേക്ക് പോകുന്ന ആൾക്കാർ, അങ്ങനെ ഈ ഒരു വീക്കെൻഡിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ അവരൊക്കെ നല്ല മാന്യമായിട്ട് ഈ ഒരു അവസാന ആദ്യ ട്രാക്ക് ഉണ്ടല്ലോ, നമ്മൾ വേഗത കുറഞ്ഞ ട്രാക്ക്, അതിനോടൊരു ഓരം ചേർന്ന് പോകുന്ന ഇഷ്ടം പോലെ മാന്യമായ രീതിയിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു 80% അങ്ങനെയാണ് ആൾക്കാരുള്ളത് കേട്ടോ. ഈ ഒരു കുറഞ്ഞ ശതമാനമാണ് ഈ ഓവർടേക്ക് ചെയ്യാനും പറ്റൂല. ചിലപ്പോൾ ഫോണിലും സംസാരിച്ചിട്ടുണ്ടോ ഇങ്ങനെ മെല്ലെ പോകുന്നത്, ചിലപ്പോൾ ഉണ്ടാകും നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ള ആ ഒരു ഫൈനൽ ട്രാക്ക് ഉണ്ടല്ലോ, അതിലുണ്ടാകും ഇങ്ങനെ സ്ലോ ആയിട്ട് പോകുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു കാട്ടിക്കൂട്ടിലൊക്കെ കൊണ്ടാണ് ഇതിങ്ങനെ കർശനമാക്കാനുള്ള കാരണം എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഞാനൊക്കെ ഇപ്പോൾ നമ്മളെ ആലപ്പുഴ ഭാഗം അതേപോലെ തൃശ്ശൂരിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മളാ ഒരു തൃശ്ശൂർ ജില്ലയിലെ ആ ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പൊന്നാനി ഭാഗം എത്തുമ്പോൾ നമ്മളെ മനസ്സിനൊരു സമാധാനം. ഇനിയിപ്പോൾ സുഖമായിട്ട് ഒരു 50 മിനിറ്റ് കൊണ്ട് നമ്മളെ വീട്ടിലെത്താന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ ഒരു പുതിയ ഹൈവേയിലൂടെ, ഞാനൊക്കെ ഈ ഒരു പുതിയ ഹൈവേയിലൂടെ ബൈക്ക് ഓടിച്ച് പോകലുണ്ട്, ഇല്ലയെന്ന് നമ്മൾ പറയണില്ല. നമ്മളൊക്കെ ഇങ്ങനെ ഓരം ചേർന്ന്, കാരണം നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും തട്ടിക്കാന്നുണ്ടെങ്കിൽ ഇത് എത്രത്തോളം, ഇതിൻ്റെ പരിക്ക് എത്രത്തോളം ഉണ്ടാകും എന്നുള്ള നമ്മളെ മെയിൻറ്റിലാണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും നോക്കിപ്പോകും. നമ്മൾ നോക്കിപ്പോയതുകൊണ്ട് മാത്രം കാര്യമില്ല. മുന്നിൽ നിന്ന് ഒരാൾ തിരുവാതിര കളിച്ച് അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ഇടദോഷം ചേർന്നൊക്കെ ഓവർടേക്ക് ചെയ്ത് വരാമെന്നുണ്ടെങ്കിൽ നമ്മളെ അടിച്ച് തെറിച്ച് പോകും. ഒരു 100-120 വന്നുകാന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. അപ്പം മാക്സിമം ഈ ഹൈവേയിലൂടെ പോകാത്തത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നാണ് ഒരു 80% ആളുകൾ പറയലിട്ട്. കാരണം മഴ പെയ്യുന്ന സമയത്തൊന്നും ചിലപ്പോൾ നിയന്ത്രണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് അടിച്ചിട്ടാണ് പോകും. ചിലപ്പോൾ 6 ഒക്കെ വാഡക്റ്റിൻ്റെ മുകളിൽ നിന്നൊക്കെ 6 അടിച്ചുകയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഗെയിലിൻ്റെ ഏറ്റവും വലിയ 6 എത്ര 135 മിസ്ബൗലൊക്കെ മറ്റേ എന്തിന് ആ ചങ്ങേൻ്റെ പേര് ഷോൺ മാർഷ്, ഓൻ്റെ 6നെ കാട്ടി അപ്പുറത്തേക്ക് എത്തും നമ്മളൊക്കെ. അപ്പോൾ ഒരുപാട് ദൂരത്തിൽ വാഹനം ഓടിച്ച് പോകുന്ന ആളുകൾക്ക് ഇപ്പം ഈ ബ്ലോക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഏകദേശം ഒരു 100
കിലോമീറ്റർ മാത്രമാണ് ഇപ്പോൾ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ട് സുഖമായിട്ട് പോകാം എന്നുള്ളൊരു ചിന്ത വരുന്നത് കൊണ്ട് ഈ ഒരു ഹൈവേയിലോട്ട് കയറുന്നുണ്ട്. പിന്നെ CC കൂടിയ ബൈക്കാണ്. ഇതിപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിലെ 1ാമത്തെ റീച്ചാട്ടോ. ഇവിടെ പിന്നെ പ്രവേശനത്തിന് വിലക്കില്ല. ഇപ്പം നമ്മളെ ഈ ഒരു നിരോധനം അല്ലെങ്കിൽ നിയമം കർശനമാക്കും എന്ന് പറഞ്ഞ കോഴിക്കോട് ബൈപ്പാസിൽ ഇഷ്ടം പോലെ ബൈക്കുകളുണ്ട് കേട്ടോ. ബൈക്കുണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്, കൊട്ടവണ്ടി ഉണ്ട്, ട്രാക്ടർ ഉണ്ട്, എല്ലാ വണ്ടിയുണ്ട്. നമ്മളെന്താ പറയുക, വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാതെ വീഡിയോ എടുത്ത് കണ്ട് അങ്ങനെ കാണിക്കണ്ടല്ലോ എന്നുള്ള നിലക്ക് നമ്മളിപ്പോൾ ഇടക്കിടക്കൊക്കെ അതിലൂടെ ബൈക്കിൽ പോകുന്നുണ്ട്. ഇപ്പോൾ മുട്ടുംകായ് ഇല്ലാത്തവൻ ചെറുപേരില്ലാത്തവനോ കളിയാക്കണ്ടല്ലോ. നമ്മൾ ഇടിമുയിക്കിലെ വളവാട്ടോ, രാമനാട്ടുകര ആ ഒരു ബൈപ്പാസിലൂടെ നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് 100-ലിങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു പെട്ടെന്ന് ഈ ഒരു കാർ മലപ്പുറം ജില്ലയിലേക്ക് ഇങ്ങോട്ട് കടക്കുമ്പോഴാണ് ഇതേപോലത്തെ വളവുകൾ കാണല്. 80-ൽ പിടിച്ചിക്കാന്നുണ്ടെങ്കിലാണ് മീഡിയയിലുള്ള ആ ഒരു ട്രാക്കിൽ നമുക്ക് കറക്റ്റായിട്ട് കൺട്രോൾ കിട്ടുള്ളൂ. ചെറുവാഹനങ്ങൾക്ക്, വലിയ നല്ല അടിപൊളി വണ്ടിക്കൊക്കെ എന്തായാലും 120-ലൊക്കെ കൺട്രോൾ കിട്ടും. അപ്പോൾ ഇതൊരു പോരായ്മയാണ്. എന്താ വെച്ചാൽ ഈ ഇത്ര വളച്ചുണ്ടാക്കിയതുകൊണ്ട് സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് പോരായ്മ എന്ന് പറയാനില്ല കേട്ടോ. സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് 30 മീറ്ററിൽ സ്ഥലം ഏറ്റെടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി പ്രധാനമന്ത്രിയെ കാണാൻ പോയ നാടും നമ്മളെ നാട് തന്നെയാണ്. പിന്നെ സുഹൃത്തുക്കളെ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെയൊക്കെ റംബിൾ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഡേഞ്ചറായിട്ടുള്ള സ്ഥലത്ത് മഴ പെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു സൂപ്പർ എലിവേഷൻ ഡിസൈനുള്ള ഭാഗത്ത് നിന്ന് നിയന്ത്രണം കിട്ടാതെ ഒരുപാട് വാഹനങ്ങൾ അപകടത്തിൽ പെടുന്നുണ്ട്. അപ്പോൾ പോകുന്ന ആൾക്കാരൊക്കെ സൂക്ഷിച്ച് വാഹനം ഓടിച്ച് പോകുക. പിന്നെ കാക്കഞ്ചേരി ഭാഗത്തേക്ക് വരുന്ന കിൻഫ്രയിലേക്ക് വരുന്ന വലിയ വാഹനങ്ങൾ, മൾട്ടി ആക്സൽ വാഹനങ്ങളൊക്കെ രാമനാട്ടുകര ഫ്ലൈ ഓവർ എത്തുന്നതിന് മുമ്പുള്ള ആ ഒരു എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് ഇത്രയും ദൂരം ഏകദേശം ഒരു 5-6 കിലോമീറ്ററോളം സർവീസ് റോഡിലൂടെ സഞ്ചരിച്ചിട്ടാണ് കിൻഫ്രയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഈ ഒരു കാക്കഞ്ചേരി എത്തുന്നതിന് മുമ്പ് ഒരു പുതിയൊരു എക്സിറ്റ് കൂടി കൊടുക്കണം എന്ന് ഒരുപാട് ആളുകൾ NHAയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനപ്രതിനിധികളും ഇവിടെയുള്ള ആൾക്കാരൊക്കെ NHA ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എക്സിറ്റ് വന്നുകയെന്നുണ്ടെങ്കിൽ രാമനാട്ടുകര ഇറങ്ങാതെ നമുക്ക് സുഖമായിട്ട് കാലിക്കറ്റ് എയർപോർട്ടിലോട്ട് പോകുന്ന ആളുകൾക്കും കിൻഫ്രയിലേക്ക് വരുന്ന മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്കൊക്കെ സുഖമായിട്ട് ഈ ഒരു എക്സിറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കാക്കഞ്ചേരിയിലേക്ക് എത്താൻ പറ്റും. കാക്കഞ്ചേരി ഓവർപാസ് കേട്ടോ, എന്താ തൂഫാൻ ഉണ്ടാകും. ഓപ്പറേഷൻ തൂഫാൻ്റെ സമയമാണ് സുഹൃത്തുക്കൾ ഇപ്പം. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ മലപ്പുറം ജില്ലയിൽ 1ാമത്തെ റീച്ചിലൂടെയാണ് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സോയിൽ നെയിലിംഗ് കണ്ടങ്ങൾ 2 കളറായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു സോയിൽ നെയിലിങ്ങിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഷോർട്ട് കട്ടിങ്ങിൻ്റെ ആ ഒരു സ്പ്രേ ചെയ്യുന്ന പണികൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതിങ്ങനെ ഒരു 3 വർഷത്തോളം 5 വർഷത്തോളം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കട്ടോ. അപ്പം അങ്ങനത്തെ പണികളൊക്കെ ഇനി ബാക്കിയുണ്ട്. അന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മോട് തർക്കിച്ചിരുന്നു ആ കമ്പി മുറിച്ച് മാറ്റുന്നുള്ളത്. ആ കമ്പിയൊക്കെ ഇങ്ങനെ തൂർന്നു പോകും, അത്രയും കോൺക്രീറ്റ് അതിൻ്റെ മേലെ ഇങ്ങനെ അടിച്ചു പോകും. എന്താ സെറ്റപ്പ്. രാമനാട്ടുകര എക്സിറ്റ് കഴിഞ്ഞേക്കാന്നുണ്ടെങ്കിൽ അടുത്തൊരു എക്സിറ്റ് വരുന്നത് മലപ്പുറം ജില്ലയിലെ ഈ ഒരു ചെട്ടിയാർമാടാണ്. ഇത്രയും ദൂരം സർവീസ് റോഡിലൂടെ വരണം. എയർപോർട്ട് ഭാഗത്തേക്ക്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഇവിടെ നിന്നാണ് എക്സിറ്റ് ആകുന്നത്. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് പുതിയ കാഴ്ചകൾ കേട്ടോ. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിക്കണോ ഈ ഒരു ഇരുചക്ര വാഹനങ്ങൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ? ചില ആളുകൾക്ക് ഇത് സന്തോഷം ഉണ്ടാക്കും, ചില ആളുകൾക്ക് സങ്കടം ഉണ്ടാക്കും. ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോൾ ചെയ്യേണ്ടി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ജയ് ഹിന്ദ്.